ഹലോ. അപ്പോൾ സെക്കൻഡ് ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ സെക്കൻഡ് ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടത് ഏകദേശം 1 വീക്കോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇടുന്നത്. പിന്നെ എന്തിനാണ് ഡെയിലി വ്ളോഗ് എന്ന് പറയുന്നത്? ഒന്നിനും പറ്റിയിട്ടില്ല, എല്ലാത്തിനും എക്സ്ക്യൂസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. സോറി ഗൈസ്. അപ്പോൾ എൻ്റെ ചുമരിൻ്റെ ഇവിടെ ആയിട്ടൊരു കാർട്ടൂൺ ഇമോജി ഉണ്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടി സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ടിട്ട് സ്ക്രബ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് മറക്കാൻ ശ്രമിച്ചേ പറ്റുള്ളൂ. ഇത് കാണുന്തോറും എനിക്ക് സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ മായിച്ച് കളഞ്ഞേക്കാണ്. ഇത് സ്വന്തം വീടൊന്നുമല്ല. അങ്ങനെ ഈ വീഡിയോ എടുക്കുന്ന അന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതായത് ജൂലൈ 1 എൻ്റെ ബർത്ത്ഡേ. അങ്ങനെ 21 വയസ്സായി. ഈ വയസ്സ് പറയുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ കണ്ട 21 പറയുമെന്ന് അറിയില്ല. കാരണം കുറച്ച് വയസ്സ് കൂടുതലുള്ളതുപോലെ എല്ലാവരും പറയാറുണ്ട്. കാരണം എൻ്റെ ഫേസും പിന്നെ കുറച്ച് തടി കൂടിയതുകൊണ്ടായിരിക്കാം. എനിക്കതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ഉമ്മ പായസം ഉണ്ടാക്കി തന്ന്. ഇത് കണ്ണൂർ ഏരിയയിൽ ഇതിന് പറയുന്നത് കായ്ക്കറി എന്നുള്ളതാണ്. കണ്ണൂർ ഏരിയയിലാണെന്ന് അറിയില്ല, എൻ്റെ ഒരു ഭാഗത്ത് കായ്ക്കറി എന്നാണ് പറയുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് പായസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് ഈ ഒരു കായ്ക്കറി. പിന്നെ ഈ കായ്ക്കറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ടാവും. കായ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും. കായ് എന്ന് പറഞ്ഞാൽ പഴം, നേന്ത്രപ്പഴം എന്നാണ് കണ്ണൂരിലൊക്കെ. കണ്ണൂരിൽ എല്ലാവരും എന്തിനല്ലേ പറയാ, നേന്ത്രപ്പഴം, കായ് എങ്ങനെയൊക്കെ പറയും. ഷോ മൊത്തം പോയി ഗൈസ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിന് കായ്പോള എന്നാണ് പറയുക. കായ്ക്കറിയും കായ്പോളയും എല്ലാം ഉണ്ടാക്കി. അപ്പോൾ കായ്പോള എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇനിയുള്ള ക്ലിപ്സിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്, ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കായ്പോള എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പലഹാരവും കണ്ണൂർ ഏരിയയിലും മലബാർ സൈഡിലും വളരെ വളരെ ഫേമസ് ആണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ആർക്കും, അതായത് പഴം ഇഷ്ടപ്പെടാത്തവർക്ക് വരെ ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും. അപ്പം അത്രക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ആദ്യം തന്നെ നമ്മൾ പഴം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാണ് വേണ്ടത്. നല്ലോണം അത് അധികം മൊരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ മൊരിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനിപ്പോൾ 5 മുട്ടയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ വാനില എസൻസ് എല്ലാം ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ മുട്ടേൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നല്ലോണം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു പാനല്ല ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, ആ സംഭവത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയ സംഭവം അതിലേക്ക് ഒഴിച്ച് അതിലെ എയർ ബബിൾസ് എല്ലാം കളഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ എന്തോ ആക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം എന്തെങ്കിലും ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ കത്തിയോ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്തൂന്നാണ് അർത്ഥം. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു ഇതാണ്, അത്രയേ. അപ്പോൾ അതിന് ശേഷം അത് വേറൊരു പാനിലേക്ക് അതിനെ തട്ടിയിട്ട് കൊടുക്കുക. പിന്നെ അത് മറ്റേ മുകളിലുള്ള വശവും കൂടി വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റും. അതിന് ശേഷം നല്ലോണം തണുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കഴിക്കുക. ഇത് ചൂടോടെ കഴിക്കാനൊന്നും ഇഷ്ടമല്ല എനിക്ക്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസം വെച്ച് കഴിക്കാനുള്ള നല്ല ടേസ്റ്റാണ്. പക്ഷെ അങ്ങനെ കഴിക്കണ്ട ഗൈസ്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? വീഡിയോൻ്റെ പകുതി ആയപ്പോഴാണ് ഞാൻ വിശേഷം ചോദിക്കാൻ നിൽക്കുന്നത്. അപ്പം നമ്മുടെ നീറ്റ് ആസ്പിറൻസ് എന്തായാലും എന്നെ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് എഴുതുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. അപ്പോൾ ഇഷ്ടമുള്ളവർ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.